ആലപ്പുഴയിൽ കറ്റാനത്ത് കെട്ടിടത്തിൽ തീപിടുത്തം. ഒരു ജിമ്മും വസ്ത്ര വ്യാപാരശാലയും കത്തി നശിച്ചിട്ടുണ്ട്. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. മനീഷ് മഹിപാൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരും. വലിയ തീയാണ്. ആ കെട്ടിടം മുഴുവനും പൂർണ്ണമായിട്ടും, ആ വസ്ത്ര വ്യാപാരശാല പൂർണ്ണമായിട്ടും കത്തി അമർന്നിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കറ്റാനത്താണ്, ആലപ്പുഴയിൽ കറ്റാനത്ത് കെട്ടിടത്തിൽ തീപിടുത്തം. ജിമ്മും വസ്ത്ര വ്യാപാരശാലയും കത്തി നശിച്ചു. തീ ആ കെട്ടിടത്തെ മുഴുവൻ വിഴുങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മനീഷ്, തീ നിയന്ത്രണ വിധേയമാക്കിയോ? ഇപ്പോഴും ശ്രമം തുടരുകയാണോ? അരുൺകുമാർ, 1 മണിക്കൂറിലേറെയായി തീപിടുത്തം തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമുക്ക് കായംകുളത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ഇന്ന് രാത്രി 8:30 കായംകുളം അടൂർ റോഡിലാണ്. KP റോഡിൽ വെച്ചാണ്, KP റോഡിലെ കറ്റാനത്ത് വെച്ചാണ്. അവിടെ ഒരു ജിംനേഷ്യത്തിൽ 2 നില കെട്ടിടമാണ്. മുകളിൽ ജിംനേഷ്യം, താഴെ സൂപ്പർ മാർക്കറ്റ്, വസ്ത്ര വ്യാപാരശാലയും ഉള്ള ഒരു ബഹുനില കെട്ടിടമാണ്. അവിടെയാണ് ഇന്ന് 8:30 തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ ഈ താഴെയും മുകളിലും ഉണ്ടായിരുന്ന ജീവനക്കാരും കസ്റ്റമേഴ്സ് അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ 2 കട മുറികൾ അത് അണയ്ക്കാൻ 2 യൂണിറ്റ് കായംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും അത് തീ അണയ്ക്കാൻ സാധിച്ചില്ല. പിന്നീട് മാവേലിക്കരയിൽ നിന്നും അടൂരിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും 3 യൂണിറ്റുകൾ വീതം എത്തി ഇപ്പോഴത്തെ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. കായംകുളം യൂണിറ്റിന്റെ പക്കലുണ്ടായിരുന്ന ജലം, ഈ തീ അണയ്ക്കാനുള്ള ജലം തീർന്നു പോയത് കൊണ്ടാണ് പിന്നെ അവിടെ പൂർണ്ണമായി തീ അണയ്ക്കാൻ സാധിക്കായിരുന്നത്. കൂടുതൽ യൂണിറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ യൂണിറ്റ് മാവേലിക്കര അടൂർ യൂണിറ്റിന് പുറമെ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിൽ നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും കൂടി 3 യൂണിറ്റുകൾ അധികമായി അങ്ങോട്ടേക്ക് എത്തുന്നു കാരണം സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കൂടി തീ ആളിപ്പടരുകയാണ് എന്നാണ് അറിയുന്നത്. നിലവിൽ ആളപായമില്ലെങ്കിൽ കൂടി ഈ ഹോട്ടലുകൾ അടക്കമുള്ള കടകൾ, വ്യാപാരശാലകൾ തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്യാസോ LPG ഒക്കെ തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. എന്താണെങ്കിലും വലിയ സന്നാഹം പോലീസും ഒപ്പം തന്നെ ഫയർഫോഴ്സും ഈ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ആളപായമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി കായംകുളത്ത് വലിയ തീപിടുത്തം തന്നെയാണ്. 1 മണിക്കൂറിലേറെയായിട്ടും ഈ ആദ്യം തീപിടുത്തം ഉണ്ടായ സ്ഥലത്തെ വ്യാപാരശാലയിൽ തീ അണയ്ക്കാൻ കഴിഞ്ഞുവെങ്കിലും അവിടെ നിന്നുള്ള തീ മറ്റ് വ്യാപാരശാലയിലേക്ക് ആളിപ്പടർന്നത് കൊണ്ട് ഇപ്പോഴത്തെ തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെയൊക്കെ തന്നെ പൂർണ്ണമായി ഒഴിപ്പിച്ച് മാറ്റുകയാണ്. അങ്ങനെ തീ കാണാം. ആ വസ്ത്രവ്യാപാരശാല പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് ചേർന്ന് ജിമ്മും പ്രവർത്തിച്ചിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ജിമ്മും അവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ഹോം അപ്ലയൻസസിന്റെ മറ്റൊരു കട കൂടി അതിനുണ്ട്. തൊട്ടടുത്ത കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതെ അരുൺകുമാർ, അത് തിങ്ങി നിറഞ്ഞ വ്യാപാരശാലകൾ ഉള്ള സ്ഥലമാണ് ആലപ്പുഴ കറ്റാനത്ത്. അവിടെ ഈ താഴത്തെ നിലയിൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. വസ്ത്ര വ്യാപാരശാലയും സൂപ്പർ മാർക്കറ്റും ചേർന്ന ഒരു സ്ഥലമാണ്. അതിന്റെ 2ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ജിംനേഷ്യമാണ്. ആദ്യം തീ പടർന്നത് താഴത്തെ നിലയിലാണ്. അവിടെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് വന്നു. ജിമ്മിലുണ്ടായിരുന്നത് 12 പേരാണ്. 12 പേർ മുകളിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നാണ് നമുക്കറിയുന്നത്. പക്ഷെ ഇപ്പോഴും ഈ കെട്ടിടത്തിനകത്തേക്ക് അഗ്നിരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പുക പടലവും തീ ഇപ്പോഴും ഉള്ളത് കൊണ്ട് ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടോ, അതായത് ഈ വ്യാപാരശാലയിൽ എത്തിയ ജീവനക്കാരല്ലാതെ അവിടെ വന്ന കസ്റ്റമേഴ്സ് ആരെങ്കിലും ഇതിനകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും ഒരു ഉറപ്പ് നൽകാനായിട്ടില്ല. പ്രാഥമികമായും മരണമോ അല്ലെങ്കിൽ ആളപായമോ ഇല്ല എന്നാണ് പോലീസും ഫയർഫോഴ്സും അറിയിക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ കറ്റാനത്താണ് ഒരു വസ്ത്ര വ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. വലിയ തീപിടുത്തമാണ്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടക്കുന്നത്.